മനുഷ്യ മനസ്സിലാണ്. എല്ലാ ചിന്തകളും നടക്കുന്നത് മനുഷ്യ മനസ്സിലാണ്. എല്ലാ കാഴ്ചപ്പാടുകളും നടക്കുന്നത് മനുഷ്യ മനസ്സിലാണ്. നമ്മുടെ ചിന്തകൾ എപ്പോൾ മാറുന്നുവോ, നമ്മുടെ കാഴ്ചപ്പാടുകൾ എപ്പോൾ മാറുന്നുവോ, നമ്മുടെ മനോഭാവങ്ങൾ എപ്പോൾ മാറുന്നുവോ, എപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായി, വളരെ ക്രിയാത്മകമായി, സന്തോഷത്തോടെ എന്തിനേയും വളരെ പ്രസാദാത്മകമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നു, അവിടെ നമുക്ക് ആനന്ദമുണ്ടാകും. എല്ലാറ്റിനെയും വിമർശിച്ചുകൊണ്ട്, എല്ലാറ്റിനെയും എതിർത്തുകൊണ്ട് അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് എല്ലാറ്റിനും വിമുഖത കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വയം അശുദ്ധമാവുകയാണ്. മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാൻ കഴിയില്ല. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. വാക്ക് അത്ഭുത ശക്തി തന്നെയാണ്. ഒരു വാക്കുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയും, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയും, മറ്റുള്ളവരെ ആനന്ദിപ്പിക്കാൻ കഴിയും. ആ വാക്കിനെ കോർത്തെടുത്തുകൊണ്ട് നല്ല ചിന്തകളിലൂടെ, നല്ല സ്വഭാവത്തിലൂടെ, നല്ല സ്വഭാവ രൂപീകരണത്തിലൂടെ നമുക്ക് നമ്മുടെ മക്കളെ വളർത്താം. ഒരു പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധങ്ങൾ നടക്കുന്നത് മനുഷ്യ മനസ്സിലാണ്. എങ്ങനെ? ക്രോധമാണ് എല്ലാറ്റിനും കാരണം. നമ്മുടെ മനസ്സ് സ്വയം പാകപ്പെടുത്തിയാൽ നമുക്ക് ദേഷ്യം വരില്ല. നമ്മുടെ പക്വതയില്ലായ്മയിൽ നിന്നാണ് നമുക്ക് ദേഷ്യം വരുന്നത്, ക്രോധം ഉണ്ടാകുന്നത്. ക്രോധം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. ക്രോധമുണ്ടായാൽ അത് നമ്മുടെ ബന്ധുക്കളെ നശിപ്പിക്കുന്നു, സ്വന്തം ആൾക്കാരെ കൊല്ലുന്നു,